നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ സമരം അവസാനിപ്പിച്ച് CJP. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ. പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കും. ചട്ടങ്ങൾ പരിശോധിച്ച് നഷ്ടപരിഹാരം നൽകും. പരീക്ഷാ പരിഷ്കരണത്തിൽ 1 മാസത്തിനകം വീണ്ടും ചർച്ച. യുവാക്കളുടെ വികാരം മാനിക്കുന്നുവെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ. ദേശവിരുദ്ധ ശക്തികൾ സാഹചര്യം മുതലെടുക്കാതിരിക്കാനാണ് തന്റെ രാജിയെന്ന് പ്രധാൻ. പ്രവർത്തകരെ അഭിനന്ദിച്ച് രാഹുൽ ഗാന്ധിയും സോനം വാങ്ചുക്കും. ജന്തർ മന്ദറിൽ ആഹ്ലാദ പ്രകടനം. വീണ വിജയൻ CMRന് സേവനങ്ങൾ നൽകിയിട്ടില്ലെന്ന് ED MD ശശിധരൻ കർത്തയുടെ മൊഴി. വീണയ്ക്ക് പണം നൽകിയത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അടുപ്പം കാരണം. പുറത്തു വന്നത് 2024 നൽകിയ മൊഴി. കർത്തയുടെ മൊഴി സംബന്ധിച്ച വാർത്ത മാധ്യമ സൃഷ്ടിയെന്ന് പിണറായി വിജയൻ. കേസ് തന്നിലേക്ക് എത്തിക്കാൻ നീക്കമെന്നും പ്രതിപക്ഷ നേതാവ്. ADGP MR അജിത് കുമാറിന് തിരിച്ചടി. പുണ്യം പൂങ്കാവനം പദ്ധതിയിൽ ADGP P വിജയന് ക്ലീൻ ചിറ്റ്. അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് സർക്കാർ തള്ളി. പുണ്യം പൂങ്കാവനം പദ്ധതി തുടരാൻ അനുമതി. ശബരിമല തന്ത്രിയായി കണ്ഠരര് രാജീവരന്റെ മകൻ ബ്രഹ്മദത്തനെ നിയമിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തീരുമാനം തിങ്കളാഴ്ച ഹൈക്കോടതി അറിയിക്കും. ചിങ്ങം 1 ചുമതലയേൽക്കും. KPCC അധ്യക്ഷനെ ഉടൻ തീരുമാനിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. യുവനിരയ്ക്ക് പ്രാമുഖ്യം നൽകണമെന്നൊരു വിഭാഗം. മാത്യു കോൾ, നടൻ ഷാഫി പറമ്പിൽ, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള പേരുകൾ പട്ടികയിൽ. കോർപ്പറേഷൻ ബോർഡ് വിഭജനം ചർച്ച ചെയ്യാൻ UDF ഏകോപന സമിതി ഈ മാസം 30. വിഴിഞ്ഞം സമ്പൂർണ്ണ അന്താരാഷ്ട്ര വാണിജ്യ കവാടമായി മാറുന്നു. തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസിന്റെ അന്തിമ അനുമതി. ഓഗസ്റ്റ് 18 മുതൽ തുറമുഖത്ത് കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം. രാജ്യത്ത് കാലവർഷം ശക്തമാകുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴ കനക്കും. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി രൂക്ഷം. അസമിൽ മരണം 61. 7 ലക്ഷത്തോളം പേർ ദുരിതത്തിൽ. യൂറോപ്പിൽ കടുത്ത ഉഷ്ണതരംഗത്തിന് പുറമെ ജനജീവിതം ദുസ്സഹമാക്കി കാട്ടുതീയും. ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ 2 ലക്ഷത്തോളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. സ്പെയിനിൽ ദേശീയ അടിയന്തരാവസ്ഥ. യൂറോപ്യൻ യൂണിയന്റെ സഹായം തേടി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. ഏത് സാഹചര്യവും നേരിടാൻ അമേരിക്ക പൂർണ്ണ സജ്ജമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് ഇറാൻ. യമനിൽ ഹൊദൈദ നഗരത്തിന് നേരെ സൗദി അറേബ്യയുടെ വ്യോമാക്രമണം. തിരിച്ചടിച്ചതായി ഹൂതികളുടെ അവകാശവാദം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.